അതെ, പി ജിക്കും അഡ്മിഷൻ കിട്ടിയതും പ്ലേസ്മെന്റ് ഒപ്റ്റത്തിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നതും ഏകദേശം ഒരേ സമയത്തായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം കൺഫ്യൂഷൻ തന്നെ ആയിരുന്നു ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ. അവര് മെയിനായിട്ട് ICTയുടെ കൺവെൻഷൻസ് ആണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഏരിയ ആയതുകൊണ്ട് ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റീസെൻ്റ്ലി എക്സൽ ബാംഗ്ലൂരിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ജിതിൻ ആൻഡ് നന്ദു ആണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. ജിതിൻ്റെ കേസിൽ ഓൾറെഡി സിസ്റ്റർ മായ ഒപ്റ്റം ഹൈദരാബാദിൽ ഇപ്പോൾ 1.5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിതിൻ, ചേച്ചി തന്നെയല്ലേ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു തന്നതും? എന്നാണ് ഈ കോഴ്സ് എടുത്തത്? ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ 2022 ഡിഗ്രി പാസ് ഔട്ട് ആയത്. BSc ഫിസിക്സ് ആയിരുന്നു. ചേച്ചി തന്നെയാണ് റെക്കമെൻഡ് ചെയ്ത് തന്നത്. ഞാൻ പക്ഷേ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഇത് ചെയ്തിരുന്നില്ല. ചേച്ചിക്കും ഞാൻ ഡിഗ്രി കഴിഞ്ഞ ടൈമിലാണ് ചേച്ചിക്ക് പ്ലേസ്മെന്റ് കിട്ടിയത് ഹൈദരാബാദ്. അപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ ഒരു 1 ഇയർ ഒക്കെ ആയി. പിന്നെ ചേച്ചി ഒന്ന് സ്റ്റേബിൾ ആയപ്പോൾ അവള് റെക്കമെൻഡ് ചെയ്ത് തന്നെയാണ് മെഡിക്കൽ കോഡിങ്. ജിതിൻ്റെ കേസിൽ ഓൾറെഡി വീട്ടിൽ തന്നെ നമുക്കൊരു കോഴ്സ് റെഫർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. അങ്ങനെയാണ് മെഡിക്കൽ കോഡിങ് കോഴ്സിലേക്ക് എത്തിയത്. പിന്നെ മായയുടെ കേസിൽ എനിക്കറിയാം, അവർക്ക് കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്മെന്റ് ആയ ഉടനെ തന്നെ അവർക്ക് PGക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അവർ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു, PGക്ക് പോകണോ അല്ലെങ്കിൽ ഈ ജോബിന് കയറണോ എന്നുള്ള കാര്യത്തിൽ. അതെ, പി ജിക്കും അഡ്മിഷൻ കിട്ടിയതും പ്ലേസ്മെന്റ് ഒപ്റ്റത്തിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നതും ഏകദേശം ഒരേ സമയത്തായിരുന്നു. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം കൺഫ്യൂഷൻ തന്നെ ആയിരുന്നു ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ. പിന്നെ എല്ലാവരെയും പോലെ ജോബ് വന്നപ്പോൾ ജോബ് തന്നെയാണ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അവൾ അത് സെലക്ട് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരു മെഡിക്കൽ കോഡർ ആയത്. ഇപ്പോൾ എനിക്ക് ഓക്കെ. അപ്പോൾ അത് നല്ലൊരു തീരുമാനമായിരുന്നു. ഇപ്പോൾ മായ ഇവൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ അന്ന് NITയിൽ അഡ്മിഷൻ കിട്ടിയിട്ടും ഈ ജോബിന് ഒപ്റ്റം ഹൈദരാബാദ് ചൂസ് ചെയ്ത് ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നന്ദുവിൻ്റെ കേസിൽ ആരാണ് ഈ ഒരു കോഴ്സ് റെക്കമെൻഡ് ചെയ്തത്? ആരാണ്? എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞ് CPC പ്രിപ്പറേഷൻ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. CPC സെയിം ഡേറ്റിൽ തന്നെയാണ്? അതെ. അതെ. ഓക്കെ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യനാണ് നന്ദുവിനോട് എക്സൽ ബാംഗ്ലൂരിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട്? അവര് മെയിനായിട്ട് ICTയുടെ കൺവെൻഷൻസ് ആണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഏരിയ ആയതുകൊണ്ട് പല കുട്ടികളും ICT ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യും, അനാട്ടമി പ്രിപ്പയർ ചെയ്യും, ചിലപ്പോൾ കൺവെൻഷൻസ് കൂടുതൽ ഡെപ്തിലേക്ക് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നന്ദുവിൻ്റെ കേസിൽ ചോദിച്ചിട്ടുള്ളത് കൺവെൻഷൻസ് ആണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇൻ്റർവ്യൂ സാധാരണ ഒപ്റ്റം ഹൈദരാബാദിൻ്റെ കേസിൽ 4-5 റൗണ്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. എക്സലിൽ ആകെ എത്ര റൗണ്ട് ആയിരുന്നുണ്ടായിരുന്നു? ഒരു റൗണ്ട്, ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരുന്നു അല്ലേ? ഓക്കെ. ഇനി എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കേസിൽ CPC പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ? അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തില്ലേ? അതെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ഞാൻ ഫെബ്രുവരി ലാസ്റ്റോടെയാണ് ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ മാർച്ച് ഫുൾ മന്ത് ഒരു പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. സീരീസ് ക്വസ്റ്റ്യൻസും മെയിൻലി മോക്കും ആയിരുന്നു ചെയ്തിരുന്നത്. ഞാനൊരു 25ഓളം മോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതിയത്. ഏപ്രിലാണ് എക്സാം എഴുതിയത്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവർ 2023 ഡിസംബർ ബാച്ചിലുള്ള കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കോഴ്സ് ചെയ്ത് പിന്നെ 1 മന്ത് എക്സാം പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഏപ്രിലല്ല എക്സാം എഴുതിയത്. ഏപ്രിൽ എക്സാം എഴുതി ഇപ്പോൾ മെയ് 14 ജോയിനിങ് വന്നിട്ടുണ്ട്. എക്സൽ എല്ലാവർക്കും അറിയാം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു സാലറി പാക്കേജ് കൊടുക്കുന്ന കമ്പനിയും കൂടിയാണ്. അപ്പോൾ കാർഡിയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ജിതിൻ, ആ ഒരു 3 മന്ത് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഡിസംബറിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് ആദ്യം ഞങ്ങളെ 7 days ഡെമോ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരി ലാസ്റ്റോടെയാണ് ഫുൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ കാർഡിയയിൽ വന്നിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ മോക്ക് പ്രിപ്പയർ ചെയ്തിരുന്നത് മോസ്റ്റ്ലി. ഓക്കെ. അപ്പോൾ മോക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോവായിരുന്നു. അപ്പോൾ ഒരു മോക്ക് ചെയ്യുമ്പോൾ ആ മോക്ക് കംപ്ലീറ്റ്ലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്നിട്ട് അടുത്ത മോക്കിലേക്ക് ഞങ്ങൾ പോയിരുന്നു. ഒരു മോക്ക് കംപ്ലീറ്റ്ലി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ തന്നെ ക്ലിയർ ചെയ്യായിരുന്നു. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല കുട്ടികളും ചില മോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യൂല. അപ്പോൾ നമ്മൾ ഒരു മോക്ക് കഴിഞ്ഞിട്ട് അതിലുള്ള ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് മോക്കിലേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. നന്ദുവിൻ്റെ കേസിൽ എനിക്കറിയാം നമ്മുടെ കാർഡിയയിലെ ട്രിപ്പിനൊക്കെ ഉണ്ടായിരുന്നു, നന്ദു പോന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? ഫസ്റ്റ് ട്രിപ്പ് അടിപൊളിയായിരുന്നു. നമ്മൾ കൊളുക്കുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്, സൺറൈസ് കാണാൻ. ആദ്യമായിട്ടാണോ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൂറ് പോണതും. ഓക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. പിന്നെ കാർഡിയയിലുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? 3 മന്ത് എക്സ്പീരിയൻസ്. കാർഡിയയിൽ 3 മാസം കൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി, കുറെ ഫ്രണ്ട്സ് ഉണ്ടായി, പിന്നെ പഠിക്കാനും പറ്റി. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു 2 കൊല്ലം ഗ്യാപ്പ് വന്നെങ്കിലും ഒക്കെ ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റി. ഓക്കെ.
അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും മെയ് 14th ജോയിനിങ് ഡേറ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരിലും ഇനി എന്തൊക്കെയാണോ ഫ്യൂച്ചറിൽ ഇനിയും കോഡിങ്ങിൽ എന്ത് ചെയ്യുക, കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക, പഠിക്കുക. പിന്നെ നിങ്ങൾ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അവിടെ പ്രൊമോഷൻ ഓർഡേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.